തൂർ റെയിൽവേ സ്റ്റേഷന് ഏകദേശം ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട്. ചരിത്രപ്രസിദ്ധമായ തൂരിന് ഈ റെയിൽവേ സ്റ്റേഷൻ നൽകിയ സംഭാവനകൾ എടുത്തു പറയത്തക്കയാണ്. അന്നൊക്കെ തന്നെ ഈ തൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമായിരുന്നു. അത് ഇപ്പം നിൽക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. നമുക്കൊന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. തൂരുകാർ ഒറ്റപ്പെട്ടൊരു തുരുത്തിലായി മാറി. ഒരാനുകൂല്യവും തൂരിന് കിട്ടുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തൂരിലെ ജനത അനുഭവിക്കുന്ന ആ ത്യാഗം, ആ ഒരു വിഷമം, അവരുടെ കണ്ണുനീര് കാണാൻ അധികാരികൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് വളരെ ക്രൂരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കോട്ടയം വണ്ടിക്ക് സ്റ്റോപ്പില്ല, നമുക്ക് മതിയായ പ്ലാറ്റ്ഫോം നീളമില്ല, അതോടൊപ്പം തന്നെ പരാധീനതകളുടെ ഒരു പരമ്പര തന്നെയാണുള്ളത്. അവസാനം ഇപ്പോൾ എത്തിയപ്പോൾ മെമുവിന് സ്റ്റോപ്പില്ല. അതിലുപരി ടൈം ഷെഡ്യൂൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ യാത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ. തൂരിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ലാസ്റ്റ് ട്രെയിൻ, രാത്രിയിൽ ലാസ്റ്റ് വരുന്ന ട്രെയിനിന് തൂരിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥ കൂടി വന്നെത്തിയിരിക്കുന്നു. ഈ സ്റ്റേഷനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിപ്പുറവും അതോടൊപ്പം തന്നെ അങ്ങാടിപ്പുറം സ്റ്റേഷൻ മാതിരി അതല്ലെങ്കിൽ വാണിയമ്പലം സ്റ്റേഷൻ മാതിരി ഉയർത്തി ഒരു പെർമനന്റ് സ്റ്റേഷനായി ഉയർത്തിയില്ലെങ്കിൽ ഒരു ചെറിയ മിനുക്കുമണികൾ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഒട്ടനവധി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ നമ്മൾ നിലവിലുള്ള ട്രെയിനുകളൊക്കെ നിർത്തണമെങ്കിൽ നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിന് നീളം വേണം, സ്റ്റേഷൻ വേണം. അതുപോലെ MP-യുടെയും MLA-യുടെ ഒക്കെ ഫണ്ടുകൾ വന്നുകൊണ്ട് നല്ലൊരു വികസനത്തിലേക്ക് ഇത് മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റേഷന്റെ സമഗ്രമായ ഒരു വികസനം അതാണ് ലക്ഷ്യമിടുന്നത്. അതെല്ലാവരും കൂടി തൂരിലെ ജനത ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി പടപൊരുതണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ചർച്ചകള് അതിന് ഒരു കാരണമാവട്ടെ. അതെ അതെ, ഇത്തരം ചർച്ചകൾ ഉണ്ടാവുമ്പോൾ തന്നെയാണ് ജനങ്ങളും ഇത് ഏറ്റെടുക്കുക. അതെ അതെ, ജനങ്ങൾ റെഡിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും ഒന്നായി മാറണ്ടേ? ഇതിനകത്തൊരു ഫ്രാക്ഷൻ പാടില്ലല്ലോ. നമ്മളെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ട് വേണം. ഇപ്പോ നമ്മുടെ ഈ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയുള്ള ലൈനാണ്. അപ്പോൾ നമ്മുടെ തൂരിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിലവിൽ നിർത്താത്ത 2 ട്രെയിനുകൾക്ക്, നിലവിലുള്ള കോട്ടയം അതുപോലെ മെമു ട്രെയിനുകൾക്ക് ഇവിടെ തൂരിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു അപേക്ഷകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തൂർ എന്ന് പറയുന്നത് താൽക്കാലിക ഒരു സ്റ്റേഷനായിട്ടാണ് ഇപ്പോൾ, അതായത് ഒരു ഹാൾട്ടിംഗ് സ്റ്റേഷൻ മാത്രമേ. അതിലുപരിയായിട്ട് ഇതിനൊരു അംഗീകൃത സ്റ്റേഷനായിട്ട് കൊണ്ടുവരണം. ഇപ്പൊ തൊട്ടടുത്തുള്ള നമ്മള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാണിയമ്പലം, അങ്ങാടിപ്പുറം പോലെയുള്ള സ്റ്റേഷനുകളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ക്രോസിങ്ങും മറ്റു സൗകര്യങ്ങളും വരികയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളെല്ലാം വരും. സ്ഥലമുണ്ട് നമുക്ക്. അതെ, അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ തൂരിന് ഉണ്ട്. ഒപ്പം അത് അങ്ങനെ വേണമെന്ന് തൂരിൽ ആവശ്യപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തൊട്ടടുത്തുള്ള IRB ക്യാമ്പിലുള്ള സ്റ്റാഫുകളെല്ലാം നമ്മുടെ സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്റ്റേഷനാണ് തൂർ സ്റ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ തൂരിലെ മുഴുവൻ ആളുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം, പഠന ആവശ്യാർത്ഥം വിവിധ സ്ഥലങ്ങളിലേക്ക് ഡെയിലി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം വീതി നീളം കൂട്ടിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്തിയാലേ വലിയ ട്രെയിനുകൾക്ക്, ഇപ്പൊ മെമു പോലെയൊക്കെയുള്ള ട്രെയിനുകൾക്ക് തൂരിലൊരു സ്റ്റോപ്പ് അനുവദിക്കണമെന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു സംവിധാനം കൂടി കാണും. അതിൽ മറ്റൊരു സജഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഈ നീളം കൂട്ടുവാണെങ്കിൽ, അതായത് നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുമ്പോൾ അത് കമാനത്തിന്റെ ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ കമാനവുമായിട്ടൊരു അപ്രോച്ച് ഉണ്ടാവും. അപ്പൊ കമാനത്തിന്റെ റോഡും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ റോഡ് ആക്സസ് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വളരെ ഗുണകരമാകും. ജനങ്ങൾക്കും യാത്രക്കാർക്കും വളരെയധികം ഗുണകരമാകും. കമാനത്തിന് ഒരു എൻട്രി വരണം. നമ്മൾ ഈ സ്റ്റേഷന്റെ പിന്നെ പുരോഗതിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതെ, സ്റ്റേഷൻ അംഗീകൃത സ്റ്റേഷനായിട്ട് കാലത്തോളം ഇവിടെ വരുന്ന ഓരോ ട്രെയിനുകൾക്ക് വേണ്ടി നമ്മൾ വാദിച്ചുകൊണ്ടേയിരിക്കണം. അതെ, നേരെ മറിച്ച് സ്റ്റേഷൻ ഒരു അംഗീകൃത സ്റ്റേഷനായി ഉയർന്നു വരികയാണെങ്കിൽ ഇവിടെ നിലവിൽ ഉള്ള ട്രെയിനുകൾ, ഇപ്പൊ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ നിർത്തും. അതുപോലെ തന്നെ പുതിയ ട്രെയിനുകൾ വരുന്നതൊക്കെ നിർത്തും. ഈ സ്റ്റേഷൻ ഈ കോലത്തിൽ നിന്നുകൊണ്ട് നമ്മള് ഇപ്പോ ഈ ആവശ്യങ്ങൾ നമുക്ക് കിട്ടിയാൽ ട്രെയിനുകൾ ഉണ്ടല്ലോ, ഇനി പുതിയ പല ട്രെയിനും വരും. അന്നും ഇതേ നിലവിളി നമ്മൾ നടത്തേണ്ടി വരുന്ന അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാല് ഇത് എന്താണ് ഇതിന്റെ രോഗം എന്നറിഞ്ഞ ചികിത്സ അതാണ് വേണ്ടത്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ആ ഒരു അവബോധം ഉണ്ടായേ പറ്റൂ. എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം, എന്താണ് ഇതിന്റെ പ്രശ്നം, ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഈ അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പട്ടിക്കാടാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രം
റെയിൽവേ വികസനത്തിന് വേണ്ടി മാത്രം ഒരു കമ്മിറ്റി ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നിലമ്പൂർ നഞ്ചങ്കോടുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേ വികസനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി നിരന്തരമായ പ്രവർത്തനത്തിലാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഇതേപോലുള്ള സ്വതന്ത്രമായ സംഘടനകളും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഭിന്നിപ്പില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് ആവശ്യപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു. അതാണ് മേലാറ്റൂർ സംഭവിച്ചത്. മേലാറ്റൂരിലെ വികസനത്തിന് കാരണം രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടുത്തെ ജനങ്ങൾ ഒന്നായിരുന്നു. അവിടെ രാഷ്ട്രീയ ഭേദമുണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, എതിർപ്പുണ്ടായിരുന്നില്ല. അതേപോലെ ഒരു സ്ഥിതി നമ്മുടെ തൂരിലും വരണം, ഉണ്ടാകണം. തുടക്കം നമ്മുടെ ഈ ചർച്ചകളൊക്കെ അതിന്റെ ഒരു തുടക്കമായിട്ട് മാറണം. ഈ തൂരിന്റെ സ്റ്റേഷനെ ഒരു അംഗീകൃത സ്റ്റേഷനായിട്ട് പുതുതലമുറ ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണിത്. പുതിയ തലമുറ ഇതൊക്കെ ഏറ്റെടുക്കണം. മറ്റു സ്റ്റേഷനുകളിലൊക്കെ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം പിന്നെ ചില കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പുതിയ തലമുറ, നമ്മളെക്കാൾ കൈവല്ല ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കട്ടെ, മുന്നോട്ട് വരട്ടെ. അത് നമ്മളെ നാടിനും ഈ സ്റ്റേഷനും ഈ നാടിന്റെ സമഗ്രമായ പുരോഗതിക്കൊക്കെ കാരണമാവും. നമുക്ക് ആശിക്കാം.